നമസ്കാരം. പ്രധാന വാർത്തകൾ. മാങ്കുളം മാങ്ങാപ്പാറ നിവാസികൾക്ക് ദുരിതയാത്ര. പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആവശ്യം പരിഗണിക്കാതെ അധികൃതർ. മഴ ശക്തമായാൽ ഇരട്ടി ദുരിതമെന്ന് പ്രദേശവാസികൾ. കൊല്ലത്ത് ലക്ഷങ്ങളുടെ പുകയില ഉൽപ്പന്ന വേട്ട. വീട്ടിൽ സൂക്ഷിച്ച 2000 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ലഹരിപയോഗത്തിനെതിരെ AI അധിഷ്ഠിത ക്യാമ്പയിനുമായി കൊണ്ടോട്ടിയിലെ ചിറയിൽ വാർഡ്. നെടുങ്കണ്ടത്ത് കോടികൾ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയം നാശത്തിന്റെ പാതയിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം പൂർണ്ണ സജ്ജമായില്ല. നശിക്കുന്നത് കേരളത്തിലെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം. വർക്കല പെരേറ്റിൽ റിക്കവറി വാഹനം ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറി. അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. മലപ്പുറം കോട്ടക്കലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കിണറ്റിൽ വീണ് അച്ഛനും മകനും മരിച്ചു. പാലക്കാട് ബൈക്ക് അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. വിശദമായി നോക്കാം. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിദൂര ആദിവാസി മേഖലയായ മാങ്ങാപ്പാറ കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ കടക്കണം. പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകൾ പഴക്കവുമുണ്ട്. പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനങ്ങൾ പലതുണ്ടായെങ്കിലും ഈ വേനൽക്കാലത്തും പാലം യാഥാർത്ഥ്യമായില്ല. ഇടുക്കി ജില്ലയിലെ വിദൂര ആദിവാസി മേഖലകളിൽ ഒന്നാണ് മാങ്കുളം പഞ്ചായത്തിലെ മാങ്ങാപ്പാറക്കുടി. പഞ്ചായത്ത് ആസ്ഥാനമായ മാങ്കുളം ടൗണിലേക്ക് നിവാസികൾക്ക് എത്തണമെങ്കിൽ പുഴ കുറുകെ കടക്കണം. പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ വേനൽക്കാലത്ത് പുഴയിലൂടെ ജീപ്പുകൾ ഇറങ്ങി മറുകരയിലേക്ക് കടക്കും. എന്നാൽ കാലവർഷത്തിൽ പുഴയിൽ വെള്ളം ഉയരുന്നതോടെ യാത്ര ചെയ്യാൻ കഴിയാതെ മാങ്ങാപ്പാറക്കുടിയിലെ ആളുകൾ ദിവസങ്ങളോളം പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകും. എന്തെങ്കിലും ആശുപത്രി കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ കസേരയിൽ വെച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് താഴെ ഒരു ചെറിയ നടപ്പാലം ഉണ്ട്. അതും പോകാതായിരിക്കുന്ന പാലമാണ്. അതിലെ കൂടെ കടന്ന് അക്കരെ കയറി വേണം ഒരു ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാണെങ്കിലും പോകാനായിട്ട്. പതിറ്റാണ്ടുകളായി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാർ പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകാറുണ്ടെങ്കിലും ഈ വേനൽക്കാലത്തും നാട്ടുകാർക്ക് നിരാശ മാത്രമാണ് ബാക്കി. മഴക്കാലത്ത് ആശുപത്രി ആവശ്യങ്ങൾക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനും മറ്റു മാർഗങ്ങളില്ല. പട്ടികവർഗ വികസന വകുപ്പും മറ്റ് അധികൃതരും ഇടപെട്ട് മാങ്ങാപ്പാറ കുടിയിലേക്ക് പാലം നിർമ്മിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ലഹരിക്കെതിരെ നമുക്കൊന്നിച്ച് പോരാടാം. കൊല്ലത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇളമാട് സ്വദേശി രാധാകൃഷ്ണപിള്ളയുടെ വീട്ടിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. വിപണിയിൽ 5 ലക്ഷം രൂപ വില വരും രഹസ്യ അറയുണ്ടാക്കി 2000-ഓളം ചെറു പാക്കറ്റുകൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആയൂർ, ഓയൂർ, ചടയമംഗലം, കടയ്ക്കൽ മേഖലകളിൽ വിതരണത്തിനായി എത്തിച്ചിരുന്നവയാണിത്. ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് നാട്ടിലെങ്ങും. ഇതിൽ വേറിട്ടൊരു ശ്രമമാണ് കൊണ്ടോട്ടിയിൽ നടക്കുന്നത്. QR കോഡ് സ്കാൻ ചെയ്ത് ലഹരിക്കെതിരെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായി ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് കൊണ്ടോട്ടിയിലെ നഗരസഭയിലെ ചിറയിൽ വാർഡ്. യുവാക്കളിലും വിദ്യാർത്ഥികളിലെയും ലഹരി ഉപയോഗത്തിനും വിപണനത്തിനുമെതിരെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത രഹസ്യ റിപ്പോർട്ടിംഗ് സംവിധാനമൊരുക്കി വ്യത്യസ്ത ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് കൊണ്ടോട്ടി നഗരസഭ ചിറയിൽ വാർഡ്. നാട്ടിലും പരിസരങ്ങളിലും വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഉപയോഗവും വിതരണവും മറ്റു അസാമാജിക കൂടിച്ചേരലുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ QR കോഡ് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യാം. അനുബന്ധമായ ഫോട്ടോയും വീഡിയോയും ഈ ആപ്പ് വഴി അയക്കാൻ സാധിക്കും. നിലവിലുള്ള മറ്റു രഹസ്യ റിപ്പോർട്ടിംഗ് സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി അയക്കുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ പോലും അറിയാൻ സാധിക്കില്ല എന്നതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. വിവിധ തരത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. എന്നാൽ യുവാക്കൾക്കും ജനറേഷൻ ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ആവുന്ന, അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ആപ്പ്, അതായത് ഒരു QR കോഡ് സോഫ്റ്റ്വെയർ, പ്രത്യേകിച്ച് AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു QR കോഡ് സംവിധാനമാണ് ഈ സൂപ്പർ AI. അതുപോലെ AWH എഞ്ചിനീയറിംഗ് കോളേജിലെ അലുമിനി അവരുടെ സ്റ്റാർട്ടപ്പ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊരാൾക്കും ഈ QR കോഡ് സ്കാൻ ചെയ്ത ശേഷം ഇൻഫർമേഷൻ
കൊടുക്കാം. പോലീസിനാണെങ്കിലും ഏത് സംഘടനകൾക്കാണെങ്കിലും കൊടുക്കാം. അതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ടായിട്ടുള്ള സംഭവമാണ്. ഇത് പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് പോയിട്ടുണ്ട്. കുറ്റിക്കാട്ടൂർ HWH എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് സംവിധാനമായ മ്യൂസോൺ സൂപ്പർ AI കമ്പനിയുടെ പിന്തുണയോടെയാണ് റിപ്പോർട്ടിംഗ് സംവിധാനം വികസിപ്പിച്ചെടുത്തത്. കൊണ്ടോട്ടി നഗരസഭയിൽ വ്യാപകമായി നടപ്പിലാക്കാനാണ് ഉദ്ദേശം. ന്യൂസ് 18 മലപ്പുറം. ലഹരിക്കെതിരെ പാലക്കാട് തൃത്താലയിൽ എക്സൈസ് റേഞ്ചും വിമുക്തി മിഷനും ബോധവൽക്കരണ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് വ്യാപനം അടിച്ചമർത്തുന്നതിനും ലഹരിക്ക് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും ലക്ഷ്യമിട്ടാണ് തൃത്താല എക്സൈസ് റേഞ്ച് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ കവചം എന്ന പേരിൽ ബോധവൽക്കരണ സംവാദ സദസ്സ് സംഘടിപ്പിച്ചത്. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രക്ഷിതാക്കൾ, അതുപോലെ അധ്യാപകർ തുടങ്ങി കുട്ടികളുമായിട്ട് നേരിട്ട് ഇടപെടുന്നവർക്കിടയിലുള്ള ബോധവൽക്കരണം, എങ്ങനെയാണ് കുട്ടികളെ ഇതിൽ നിന്ന് തടയുക, ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ തിരിച്ചറിയാം, അവരെ എങ്ങനെ സഹായിക്കാം, രക്ഷിക്കാം, ആ കാര്യങ്ങളൊക്കെയാണ് ക്ലാസിന്റെ പരിധി ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ഇനിയും തുറന്നു നടത്തേണ്ടതാണ്. മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ദയാ പാസ്കൽ അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു. സംശയത്തിന് ഒക്കെ പിന്നെന്ത് വെള്ളോടി നിർത്തി ആളെ നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആകണം ഈ വെള്ളോടിയുടെ പ്രശ്നമൊക്കെ തീർന്നപ്പോൾ ഭയങ്കര മറവി. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഉണ്ട്. തലച്ചോറിൽ ലഹരി ഉണ്ടാക്കിയ കേടുപാടുകൾ പരിഹരിക്കാനുള്ള ചികിത്സ നൽകേണ്ടതുണ്ട്. അത് നമ്മൾ കൊടുത്ത മരുന്നിന്റെ കുഴപ്പമല്ല, അയാൾ അടിച്ച ലഹരിയുടെ കുഴപ്പമാണ്. അത് കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ വിറ്റാമിൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ മറ്റു മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും, അത് ചിലപ്പോൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരും. ദീർഘകാലം ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കും കൗൺസിലിംഗിനും നേതൃത്വം നൽകിയ ഡോക്ടർ ദയാ പാസ്കലിന്റെയും വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എക്സൈസ് വകുപ്പിന്റെയും കർമ്മശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കിയ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ VP മഹേഷിനെയും ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് 18 പാലക്കാട്. അടൂർ നഗരസഭാ ചെയർപേഴ്സൺ ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണം തിരുത്തി കൗൺസിലർ റോണി പാണംതൊണ്ടിൽ. തനിക്ക് തെറ്റുപറ്റി, ചെയർപേഴ്സണ് ലഹരി മാഫിയയുമായി ബന്ധമില്ല, വികാരത്തിന് പുറത്തായിരുന്നു അഭിപ്രായ പ്രകടനമെന്നും CPM കൗൺസിലർ കൂടിയായ റോണി പറയുന്നു. റോണിയുടെ വിശദീകരണം പാർട്ടി തള്ളിയതോടുകൂടിയാണ് മാധ്യമങ്ങളെ കണ്ടു വിശദീകരിച്ചത്. നഗരസഭാ അധ്യക്ഷ ദിവ്യ റജി മുഹമ്മദിന് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്ന റോണിയുടെ ശബ്ദരേഖയാണ് വിവാദമായത്. ഞാൻ എൻ്റെ വാർഡുമായി ബന്ധപ്പെട്ട് സെൻറ് മേരീസ് ഇല്ലത്തുകാവ് റോഡിൽ ഉള്ള സാമൂഹ്യവിരുദ്ധ പ്രശ്നം, അവിടെ രാത്രിയായി കഴിഞ്ഞാൽ സാമൂഹ്യവിരുദ്ധ തമ്പടിക്കുന്നു, ഈ ലഹരി മാഫിയയുടെ കച്ചവടം നടക്കുന്നു, അവിടെ ലൈറ്റില്ല, ക്യാമറയില്ല. ആ ബുദ്ധിമുട്ട് ഞാൻ കൗൺസിലിൽ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഞാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് 28 കൗൺസിലർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആവർത്തിച്ചത്. അതിൽ ഞാൻ ചെയർപേഴ്സൺ ലഹരി മാഫിയയുടെ ആളാണെന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ അഭിപ്രായം എനിക്കില്ല. കാരണം ഞാൻ വളരെ കുട്ടിക്കാലം പോലെ എനിക്കറിയാവുന്ന, ഞാൻ പൊതുപ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാവുന്ന, കുടുംബപരമായിട്ട് ഞങ്ങൾ വലിയ അടുപ്പമുള്ള 2 പേരാണ്. അപ്പം പുള്ളിക്കാരി അങ്ങനൊരു വ്യക്തിത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ ഇതിൽ പാർട്ടി തീരുമാനത്തോടൊപ്പമാണ് എൻ്റെ കാര്യങ്ങളല്ല ഉള്ളത്. ഞാൻ പാർട്ടി പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇപ്പം പത്രപ്രവർത്തകരോടും മാധ്യമപ്രവർത്തകരോട് ആണെങ്കിൽ മാധ്യമത്തിലൊരു വിശദീകരണം നൽകാൻ പാർട്ടി പറഞ്ഞു. ഞാനതനുസരിച്ചുള്ള വിശദീകരണം, ഞാൻ എഴുതി നൽകിയ വിശദീകരണം പാർട്ടി, ഞാൻ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് എഴുതി നൽകിയിട്ടുള്ളത്. ആ വിശദീകരണം മാധ്യമങ്ങളോടും ഞാൻ തന്നെ പറഞ്ഞു. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകും. പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരായ സന്ദേശം പകരുകയായിരുന്നു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും മുനവറലി ശിഹാബ് തങ്ങളും. ഓരോ വീടുകളിലും ലഹരിക്കെതിരായ ഉത്ബോധം എത്തിച്ചു തേരേണ്ടതുണ്ടെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു. ലഹരി പോലെ തന്നെ തിരിച്ചറിഞ്ഞ് നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒന്നാണ് വർഗീയതയെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. സാംസ്കാരികമായ ഒരു വലിയ അധപ്പതനം ഈ ഒരു ലഹരി ഉപയോഗിച്ചിട്ട് വന്നിരിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുക എന്നുള്ളത് സാമൂഹികപരമായ ഉത്തരവാദിത്വം കൂടിയാണ്. ഈ ഒരു പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയായിരുന്നു. എല്ലാ ഇഫ്താർ പാർട്ടികളിലും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. അത് നമ്മൾ തുടരുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ലഹരിയാണ്. അവിടെയാണ് ഉത്ഭവം. അതും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് മദ്യമായാലും മയക്കുമരുന്നായാലും ഒക്കെ. മദ്യത്തിനും പിന്നെ അളവ് കൂടിയാൽ മനുഷ്യനെ ഏത് ലെവലിലും എത്തിക്കാനുള്ള
ഇതുണ്ടല്ലോ, ആ സ്വബോധം പോകുമല്ലോ. സ്വബോധം പോകുന്നതാണ് പ്രശ്നം. ലഹരിക്ക് എതിരായി സമൂഹം ഉറച്ചു നിന്നാൽ തീർച്ചയായും ലഹരി ഇല്ലാതാവും. ഒരു സംശയവും എനിക്ക് കാര്യത്തിലില്ല. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെയാണല്ലോ ഇത് കൂടുതലായി ബാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലിതില്ലല്ലോ, നമ്മുടെ കുട്ടികളിത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പലപ്പോഴും അനുഭവങ്ങളും സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരിൽപ്പെട്ടവരാണ് അതിലേക്ക് പെടുന്നത്. അപ്പോൾ ഇതൊരു സാമൂഹ്യ വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മഹലും എല്ലാവരും ഇതൊക്കെ എല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവോടെ ഒറ്റക്കെട്ടായ രീതിയിൽ ഇതിനൊക്കെ എതിർക്കേണ്ടതുണ്ട്. എറണാകുളം തൃക്കാക്കരയിലെ മസ്ജിദുകളിൽ പെരുന്നാൾ സുദിനത്തിൽ വിശ്വാസികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ കൂടി എടുത്തു. തൃക്കാക്കര ജമാഅത്തിന്റെ കീഴിലുള്ള മസ്ജിദുകളിൽ നടത്തിയ പ്രതിജ്ഞയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. തൃക്കാക്കര മല്ലേപ്പള്ളി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം നടത്തിയ പ്രതിജ്ഞയ്ക്ക് മസ്ജിദ് ഇമാം ഹസൻ കാമിൽ സഖാഫി, മസ്ജിദ് പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് എം.ഐ. ഷരീഫ്, എം. അബ്ദുൽ സലാം എന്നിവർ നേതൃത്വം നൽകി. വ്രതശുദ്ധിയുടെ പുണ്യം തേടി ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് പാലക്കാട് പട്ടാമ്പി നിവാസികളും. പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. അതോടൊപ്പം നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സന്ദേശമുയർത്തി പട്ടാമ്പിയിൽ പ്രഭാഷണവും നടന്നു. ദിവസത്തെ പ്രധാന സ്ഥാനത്തിന് ശേഷം ഇന്ന് നോമ്പ് കഴിഞ്ഞ് പെരുന്നാളാണ്. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി SKSSF ചെറിയ പെരുന്നാൾ നിസ്കാര ശേഷം ബഹുജന പ്രതിജ്ഞയെടുത്തു. കോഴിക്കോട് ഇടിയങ്ങര ഷൈഖ് പള്ളിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിലെ റിയൽ കേരള സ്റ്റോറിയാണ് കോഴിക്കോട് കിണാശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹ്. ക്ഷേത്രോത്സവം നടക്കുന്ന അതേ വേദിയിലാണ് പെരുന്നാൾ നമസ്കാരത്തിനുള്ള സൗകര്യവും ഒരുക്കിയത്. പള്ളിയാറയ്ക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കിണാശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട്. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനായി മാസങ്ങൾക്ക് മുമ്പേ സ്കൂൾ ഗ്രൗണ്ട് ക്ഷേത്ര കമ്മിറ്റി ബുക്ക് ചെയ്തു. ഇതിനിടയിലാണ് ഈദ്ഗാഹ് എത്തിയത്. ഇതേ ഗ്രൗണ്ടിലാണ് വർഷങ്ങളായി ഈദ്ഗാഹും നടന്നുവരുന്നത്. ഉത്സവവും പെരുന്നാൾ നമസ്കാരവും 2 സമയത്തായി നടന്നു വന്നതിനാൽ പരസ്പരം വേദിയെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം 2 സംഘാടകർക്കും വന്നിട്ടില്ല. പള്ളിയറ കിണാശ്ശേരി പള്ളിയറ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഈദ്ഗാഹ് ഇത്തവണ വന്നപ്പോൾ ഈ ക്ഷേത്ര ഉത്സവവും ഈദ്ഗാഹയും ഒക്കെ ഒന്നിച്ച് വന്നപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നൊരു ആശയക്കുഴപ്പം പെട്ടെന്ന് ഈ ഈദ്ഗാഹ് സംഘാടകരിൽ ഉണ്ടായി. ഈ ഗ്രൗണ്ട് വിട്ടുകൊടുക്കുന്നതിന് മറ്റൊരു കാര്യം പോലും ആലോചിക്കേണ്ട സാഹചര്യമുണ്ടായില്ല. തുറന്ന മനസ്സോടുകൂടി അമ്പല കമ്മിറ്റിക്കാർ തന്നെയാണ് ഈ ഉത്സവത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇത്തവണ ഈദ്ഗാഹ് എല്ലാവരും കൂടിച്ചേർന്നുള്ള പ്രാർത്ഥനകൾ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഉത്സവവേദിയിൽ തന്നെ ഈദ്ഗാഹ് നടത്തണമെന്ന് ആദ്യം പറഞ്ഞത് അമ്പല കമ്മിറ്റിക്കാരാണ്. അമ്പല കമ്മിറ്റി തന്നെ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ ഈദ്ഗാഹ് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ മതത്തിൻ്റെയും ജാതിൻ്റെയും ഒക്കെ പേരിൽ തമ്മിൽ പോരടിക്കുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു കൂട്ടായ്മ, ഒരു മതസൗഹാർദ്ദ കൂട്ടായ്മ എന്നതിന് പറയാം. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മളെ ഈ ഒരു മഹലിലുള്ള കമ്മിറ്റി, അതേപോലെ അമ്പലത്തിൻ്റെ കമ്മിറ്റി, അവരെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഇന്നലെ രാത്രി 12:30 പ്രോഗ്രാമായിരുന്നു, ഫുള്ള് ജനമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത്. രാത്രി വൈകി അവസാനിച്ച ഗാനമേളയ്ക്ക് ശേഷം ഈദ്ഗാഹിനായി വേദിയൊരുക്കാൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഒപ്പം നിന്നു. ഗ്രൗണ്ട് എടുത്തെങ്കിലും കൂടി ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാ. പോലീസ് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളെ പറ്റി ഒരു പ്രശ്നമാക്കണ്ട, ഞങ്ങൾ ഏറ്റെടുക്കും, നിങ്ങൾ ആരും കൂടി വരണ്ട, അത് ഞങ്ങൾ ഇന്ന് ചെയ്തോളെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അന്നദാനങ്ങളൊക്കെ ഇവിടെ ഇന്ന് മുതൽ അന്നദാനങ്ങൾ തുടങ്ങുകയാണ്. അപ്പം ഇവിടെ അന്നദാനം കഴിക്കാൻ വരുന്നതും ഞങ്ങൾ അങ്ങനെ തന്നെ ഒരു കുടുംബമാരിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് നമ്മളെ പ്രദേശത്തിനെ പറ്റി നിങ്ങൾ യാതൊരു വ്യാപപ്പെടേണ്ട, അത്രയും സുന്ദരമായിട്ടാണ് ഞങ്ങൾ പോണത്. കിണാശ്ശേരി ഏറ്റവും വലിയ പ്രത്യേകത ആണ്. നേരത്തെ നടന്ന ഇഫ്താർ സംഗമത്തിലും ക്ഷേത്ര ഭാരവാഹികൾ ഒന്നടങ്കം പങ്കെടുത്തിരുന്നു. ക്ഷേത്രത്തിലെ അന്നദാനത്തിൽ മഹല്ല് ഭാരവാഹികളും പങ്കെടുക്കും. MS അനീഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ 13 വർഷമായി മുടങ്ങാതെ റമദാൻ നോമ്പ് നോൽക്കാനായതിന്റെ സന്തോഷത്തിലാണ് വളാഞ്ചേരിയിലെ ഹോംഗാർഡ് ഷാജി. പൊള്ളുന്ന ചൂടിനെ അവഗണിച്ച് വ്രതം നോക്കിയപ്പോൾ ആ പുണ്യം തന്നെയും തന്റെ കുടുംബത്തെയും തേടിയെത്തുമെന്നാണ് ഷാജിയുടെ വിശ്വാസം.
CRPFിൽ നിന്നും വിരമിച്ചതിനു ശേഷം 2010 ഹോംഗാർഡായി വളാഞ്ചേരിയിൽ ഷാജി ചുമതലയേറ്റത്. വളാഞ്ചേരിയിൽ കൊട്ടാരം സ്വദേശിയായ കോട്ടപ്പുറത്തെ ഷാജി തിരക്കുള്ള നഗരമായ വളാഞ്ചേരിയിലെ ഇഷ്ട ഹോംഗാർഡാണ്. ഇടയ്ക്ക് യാത്രക്കാരുമായി വാക്കേറ്റമുണ്ടാകുമെങ്കിലും അതെല്ലാം ജോലിയുടെ ഭാഗമായി കാണാനാണ് ഷാജിക്ക് ആഗ്രഹം. അതിനിടയിലാണ് ഈ ചുട്ടുപൊള്ളുന്ന വേദിയിൽ റമദാൻ വ്രതം അനുഷ്ഠിക്കുന്നത്. 13 വർഷമായി ഷാജി റമദാൻ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട്. കൂട്ടുകാരോടൊപ്പം, ചിലപ്പോൾ വീട്ടിൽ നിന്നുമൊക്കെയാണ് നോമ്പുതുറ. ഒട്ടും ആഡംബരമില്ലാതെ സ്ഥിരമായി ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് നോമ്പുതുറ. വീട്ടുകാർ എല്ലാ പിന്തുണയുമായി കൂടെയുണ്ട്. വീട്ടുകാരെ ഫുൾ സപ്പോർട്ടില്ലാതെ ചെയ്യാൻ പറ്റുമോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യും. വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ നമുക്ക് നാട്ടുകാരെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളിത് വിജയിച്ചു വരുന്നത്. വളാഞ്ചേരി നോമ്പറക്കല് അതിന് പ്രത്യേകത്തൊന്നുമില്ല. ചെറുതായിട്ട് ഈ ഇവിടെയുള്ള കടക്കാരെ കൂടെ കൂടിയിട്ട് തന്നെയാണ് ഞാൻ നോമ്പ് തുറ ഇറക്കുന്നത്. അപ്പോൾ ഈ വെയിൽ കൊണ്ടിട്ട് കണ്ടല്ലേ അവർ ഇത്ര കഷ്ടപ്പെട്ടാണ് ചെയ്യണതെന്ന്. അത് ഇവിടുത്തെ ഓരോ പോലീസുകാരോടും ഒരു ജനങ്ങൾക്കുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണല്ലോ ഇത് വിജയിച്ചു പോണേ. പിന്നെ ചിലർ വന്ന് ചൂടാവും ചെയ്യും. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. വിശപ്പിന്റെയും ദാഹത്തിന്റെയും വില മനസ്സിലാക്കി തരുന്ന അവസരമായാണ് ഷാജി വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. വരും വർഷങ്ങളിലും റമദാൻ വ്രതം അനുഷ്ഠിക്കാൻ തന്നെയാണ് ഷാജിയുടെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. കേരളത്തിന്റെ കായിക കുതിപ്പിന് പുത്തൻ പ്രതീക്ഷയേകി ഇടുക്കി നെടുങ്കണ്ടം സ്റ്റേഡിയം നാശത്തിന്റെ വക്കിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ 1 വർഷമായപ്പോഴേക്കും സ്റ്റേഡിയത്തിനുള്ളിലെ ഫീൽഡിൽ നട്ടിരുന്ന വിദേശ ഇനം പുല്ല് പൂർണ്ണമായും ഉണങ്ങി നശിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് നെടുങ്കണ്ടത്തേത്. കിഫ്ബിയിൽ നിന്ന് 10 കോടിയും സർക്കാർ വിഹിതമായ 3 കോടിയും നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ 1 കോടി രൂപയും ചെലവഴിച്ചാണ് നെടുങ്കണ്ടത്ത് സ്റ്റേഡിയം പണിതത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 3 ഉദ്ഘാടനം നടന്നു. 1 വർഷം കഴിഞ്ഞിട്ടും സ്റ്റേഡിയത്തിന്റെ പണികൾ പൂർത്തിയാക്കി പഞ്ചായത്തിന് കൈമാറിയിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കിയാണ് സ്റ്റേഡിയത്തിൽ ബർമുഡ ഗ്രാസ് നട്ടുപിടിപ്പിച്ചത്. എന്നാൽ ഈ പുല്ല് നനയ്ക്കാനുള്ള സ്പ്രിംഗ്ലർ സംവിധാനം പൂർത്തിയാക്കിയിട്ടില്ല. അന്തരീക്ഷ താപനില മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കുന്ന സ്പ്രിംഗ്ലറാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിക്കേണ്ടത്. ഇത്തരം സെൻസറുകൾ ഘടിപ്പിച്ച 30ഓളം സ്പ്രിംഗ്ലർ വേണം. അതിൽ പകുതി പോലും സ്ഥാപിച്ചില്ല. ഇതിൻ്റെ അകത്ത് സ്പ്രിംഗ്ലർ സംവിധാനം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കി അവരെ നമ്മൾ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ 1 മാസം മുമ്പ് ഇവിടെ വന്ന പണികൾ പകുതിയാക്കി പിന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. അവർ അടിയന്തരമായിട്ട് അവരെ കൊണ്ട് തന്നെ നിയമ നടപടി സ്വീകരിച്ച് എത്രയും വേഗം അത് പണികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഇനിയും സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഇത് വലിയ നാശത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. 6 ഏക്കർ വരുന്ന സ്റ്റേഡിയം കോമ്പൗണ്ടിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന കുളവും മോട്ടറുമുണ്ട്. ചെലവായ തുകയെ സംബന്ധിച്ച് നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയും കരാറുകാരനും തമ്മിൽ തർക്കമുയർന്നതോടെ പണികൾ ഉപേക്ഷിച്ച് കരാറുകാരൻ മടങ്ങി. ഒരു സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം ഇവിടെ നിർമ്മിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കിറ്റ്കോയ്ക്ക് വലിയ അലംഭാവം വന്നിരിക്കുന്നു. ഗുരുതരമായ വീഴ്ചയാണ്. അപ്പോൾ കിറ്റ്കോയുടെ ഭാഗത്തെ വീഴ്ച കിറ്റ്കോ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ആ തുകയും കൂടി എടുത്ത് ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഏറ്റവും വേഗതയിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം വിട്ടു നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കിറ്റ്കോ നിയോഗിച്ച കരാറുകാരനാണ് പുല്ലിന്റെയും സംരക്ഷണ ചുമതല. പുതുതായി ബർമുഡ ഗ്രാസ് വച്ചുപിടിപ്പിക്കുന്നതിന് ചെലവാക്കേണ്ട ലക്ഷങ്ങൾ ആര് മുടക്കുമെന്നതിലും തർക്കം തുടരുകയാണ്. കിഫ്ബിയും സർക്കാരും അടിയന്തരമായി ഇടപെട്ടില്ല എങ്കിൽ ഇടുക്കിയുടെ അഭിമാനമായ നെടുങ്കണ്ടം ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം വേഗത്തിൽ ഇല്ലാതാകും. ന്യൂസ് 18 ഇടുക്കി. വനിതകൾക്കായി തൃത്താലയിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ തുറന്നു. തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷാണ് ഉദ്ഘാടനം ചെയ്തത്. മാലിന്യ സംസ്കരണത്തിനായുള്ള ബോട്ടിൽ ബൂത്തുകളുടെയും ബിന്നുകളുടെയും സമർപ്പണവും നടന്നു. സ്ത്രീകൾക്ക് പകൽ സമയത്ത് താൽക്കാലിക അഭയകേന്ദ്രം, പ്രാദേശിക തൊഴിൽ ശേഷി വിഭവ കേന്ദ്രം, കൗൺസിലിംഗ് സെന്റർ, നിയമസഹായ കേന്ദ്രം, കാര്യശേഷി പരിശീലന കേന്ദ്രം, പ്രാദേശിക വനിതാ കലാകായിക സാംസ്കാരിക വിഭവ കേന്ദ്രം, മിനി ലൈബ്രറി ആൻഡ് റീഡിംഗ് ബുക്സ് എന്നീ സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടാണ് തൃത്താലയിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ജെൻഡർ റിസോഴ്സ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവർ നേരിടുന്ന അതിക്രമങ്ങൾ, അവരുടെ അരക്ഷിതാവസ്ഥ, അത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയും അതിലിടപെടുകയും അവയ്ക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ്. അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനും അതിക്രമങ്ങൾക്ക് ഇരയായിത്തീരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പിന്തുണ, നിയമസഹായം ഉൾപ്പെടെയുള്ള പിന്തുണ നൽകുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ
ജെൻഡർ റിസോഴ്സ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത്. അതിക്രമങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുകയാണ് പ്രധാന ഉദ്ദേശം. തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ യൂട്ടിലിറ്റി സെന്റർ കെട്ടിടത്തിലാണ് ജെൻഡർ റിസോഴ്സ് സെന്റർ തുടങ്ങിയത്. ഇതോടൊപ്പം മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്തുകളുടെയും ബിന്നുകളുടെയും സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് 18 പാലക്കാട്. വൈക്കം ക്ഷേത്രത്തിലെ ജാതി വിവേചനം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ദേവസ്വം ബോർഡ്. വടക്കുംപുറത്ത് പാട്ടിനോടനുബന്ധിച്ചുള്ള എതിരേൽപ്പിൽ ജാതി വിവേചനം അനുവദിക്കില്ല. ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വിളവെടുക്കാൻ അവസരം നൽകുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കുന്നത്. ജാതി തിരിച്ചുള്ള വരവേൽപ്പായിരുന്നു വൈക്കം ക്ഷേത്രത്തിൽ ഇതുവരെയും നടത്തിയിരുന്നത്. അപേക്ഷ പരിഗണിച്ച് ഓരോ ദിവസവും ഓരോ സമുദായത്തിന് അവസരം നൽകുന്ന രീതി. ഇത്തവണ അതിൽ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ വടക്കുപുറത്ത് പാട്ട് സമിതി തീരുമാനിച്ചിരുന്നു. അപേക്ഷ നൽകുന്ന എല്ലാ സമുദായങ്ങളിൽ നിന്നുമായി 64 പേരെ പങ്കെടുപ്പിക്കാനായിരുന്നു തീരുമാനം. ഇതും മറികടന്നാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ നിർദ്ദേശം. വ്രതമെടുത്തെത്തുന്ന മുഴുവൻ ഭക്തർക്കും വടക്കുപുറത്ത് പാട്ടിന് വിളക്കെടുക്കാം. ആദ്യം മുതൽ അവസാനം വരെ വിളക്കെടുക്കുന്ന രീതി ഒഴിവാക്കും. എത്തുന്ന ഓരോരുത്തർക്കായി മാറി മാറി അവസരം നൽകും. മറ്റു ചടങ്ങുകളിലും ജാതി തിരിച്ചുള്ള പങ്കാളിത്തം പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ഏപ്രിൽ 2 മുതൽ 13 വരെയാണ് വടക്കുപുറത്ത് പാട്ട് നടക്കുക. മാർച്ച് 17-ന് കോടി അർച്ചന ആരംഭിച്ചിരുന്നു. ന്യൂസ് 18 കോട്ടയം. വൈക്കം ക്ഷേത്രത്തിലെ വടക്കുപുറത്ത് പാട്ട് എതിരേൽപ്പിൽ വ്രതം നോൽക്കുന്ന എല്ലാ ഭക്തർക്കും തുല്യ പരിഗണനയെന്നാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. ജാതി വിവേചനം ഈ കാലഘട്ടത്തിൽ അനുവദിക്കില്ലെന്നും മന്ത്രി. ജാതീയപരമായ വിവേചനം മാനദണ്ഡവും അല്ല ഈ ആചാരത്തിന് വേണ്ടി കൊടുക്കേണ്ട പ്രാധാന്യം. മറിച്ച് വിശ്വാസി സമൂഹം, വൈക്കം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഈ വടക്കുപുറത്ത് പാട്ടിന് വേണ്ടി വ്രതം എടുത്തു വന്നിട്ടുള്ളവരാണ്. ആ വ്രതം എടുത്തു വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവർ കുത്തുവിളക്കുമായി വരും. ആ വരുന്നവർക്കെല്ലാം ആചാരക്രമം അനുസരിച്ച് ഈ ചടങ്ങിൽ വിളക്കെടുക്കാനും അതോടൊപ്പം തന്നെ താലപ്പൊലി കൊണ്ടുവരാനും ഒക്കെ സൗകര്യം കൊടുക്കും. ആ നിലയ്ക്ക് പൊതുവായി ഒരു നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചു. അത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് പാലിക്കാൻ കൃത്യമായി ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ട കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടുകുതിരയെ നിർമ്മിച്ച് അടൂർ തെങ്ങമം തോട്ടുവ നെഹ്റു കലാ സാംസ്കാരിക വേദി. തോട്ടുവ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായാണ് കെട്ടുകുതിരയെ നിർമ്മിച്ചത്. 150 അടിയിലധികം ഉയരം വരുന്ന കെട്ടുകുതിരയുടെ ശില്പി മുണ്ടോലിൽ സുരേഷാണ്. നെഹ്റു കലാ സാംസ്കാരിക വേദിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ 2 വർഷം നീണ്ട പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കെട്ടുകാഴ്ച. 40 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നിർമ്മാണം. മൂന്നാർ GH റോഡിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണമുണ്ടായി. സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി. ഇന്നലെ വൈകിട്ട് GH റോഡിൽ കാർമൽ ബിൽഡിംഗിന് സമീപമാണ് സംഘർഷമുണ്ടായത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനായ ശ്രീജിത്തിനാണ് പരിക്കേറ്റത്. കോഴിക്കോട് നാദാപുരത്ത് കാറിൽ വെച്ച് പടക്കം പൊട്ടിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. ഇയ്യങ്കോട് സ്വദേശിയായ ഷഹറാസ്, റെയ്സ് എന്നിവർക്കെതിരെയാണ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കേസെടുത്തത്. കണ്ണൂരിൽ ക്ഷേത്രോത്സവ കലശത്തിൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി CPM പ്രവർത്തകരുടെ ആഘോഷം. കണ്ണൂർ പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായാണ് കലശഘോഷയാത്ര നടന്നത്. മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രമുള്ള കൊടികളാണ് ഘോഷയാത്രയിൽ ഉപയോഗിച്ചത്.
തിരുവനന്തപുരം വർക്കല പേരേറ്റിൽ റിക്കവറി വാഹനം ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചുകയറി അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. പേരേറ്റ് സ്വദേശികളായ രോഹിണി, അഖില എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. മലപ്പുറം കോട്ടക്കൽ മറക്കാരയിൽ നിയന്ത്രണം നഷ്ടമായ ബൈക്ക് കിണറ്റിൽ വീണ് 2 മരണം. അച്ഛനും മകനുമാണ് മരിച്ചത്. കുന്നത്തുപടിയൻ ഹുസൈൻ, മകൻ ഹാരിസ് ബാബു എന്നിവരാണ് മരിച്ചത്. മലപ്പുറം, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കൊട്ടാരക്കരയിൽ പിക്കപ്പ് വാഹനം നിയന്ത്രണം തെറ്റി മറിഞ്ഞു. ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 4:30-ക്കായിരുന്നു അപകടം. പുനലൂർ ഭാഗത്തേക്ക് പോയ വാഹനം കൊട്ടാരക്കരയിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 കാറുകളും കേടുപാടുകൾ സംഭവിച്ചു. കാറിലിടിച്ചാണ് വാഹനം നിന്നത്. അമിത വേഗതയിലെത്തിയ വാഹനം വളവ് തിരിഞ്ഞപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. പാലക്കാട് തച്ചമ്പാറയിൽ അപകടത്തിൽ ആശുപത്രി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. തച്ചമ്പാറ ചുഴിയോട് സ്വദേശി ശാന്തയാണ് മരിച്ചത്. ഇസാഖ് ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു ശാന്ത. ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവെയാണ് അപകടമുണ്ടായത്. ആലുവ മൂന്നാർ രാജപാത കയ്യേറിയത് വനം വകുപ്പെന്ന് PG ജോസഫ്. സമരം ചെയ്തവർക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണ്. കോതമംഗലം രൂപതാ മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ വനം വകുപ്പെടുത്ത കേസ് റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ജനങ്ങളുടെ ഈ ആവശ്യം സാധിച്ചു കൊടുക്കുന്നിടം വരെ രംഗത്ത് അതെല്ലാം ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാവിയിലേക്ക് ഈ റോഡ് തീർച്ചയായിട്ടും നിർമ്മിക്കാനുള്ള നടപടികളുണ്ടാകും എന്ന് മാത്രം ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ വനം വകുപ്പെടുത്തുള്ള ഈ കള്ളക്കേസുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് നടത്തുന്ന ഈ സത്യാഗ്രഹ സമരത്തിന് എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.